നേരത്തെ നമ്മൾ കളമശ്ശേരിയിൽ മറിഞ്ഞ ടാങ്കർ അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ആദ്യം തന്നെ നോക്കിയിരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിൽ. ഇപ്പോൾ ഈ ടാങ്കർ അപകടത്തിൽ BPCLന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. വളരെ പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ അത് പുറത്തു വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ടാങ്കർ ഇപ്പോൾ ക്യാബിൻ പുതിയതായി എത്തിച്ച് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി പുതിയ ക്യാബിനിലേക്ക് മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഉമേഷ് ഒരിക്കൽ കൂടി വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, പുതിയ ക്യാബിൻ എത്തിച്ചിരിക്കുന്നു. വീണ്ടും ക്രെയിനിന്റെ സഹായത്തോടുകൂടി ഉയർത്തി ഇതിവിടെ നിന്നും TVS ജംഗ്ഷനിൽ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടോ എന്നതിന് അടിസ്ഥാനത്തിൽ BPCL ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. അതെ കാവ്യ, ഈ ടാങ്കർ ഇപ്പോൾ നമുക്ക് കാണാം പഴയ ആ ക്യാബിനിൽ നിന്ന് മാറ്റി പുതിയ ക്യാബിനിലേക്ക് ആ ടാങ്കർ ഘടിപ്പിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഇവിടെ നിന്ന് മാറ്റുക. നേരത്തെ ഇത് ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു. BPCLന്റെ ഇരുമ്പനത്തുള്ള പ്ലാന്റിൽ നിന്ന് പ്രൊപ്പലിൻ ഗ്യാസ് നിറച്ച ആ ടാങ്കർ ഈ ഗുജറാത്തിലേക്ക് പോകും വഴിയാണ് ഈ TVS ജംഗ്ഷനിൽ വെച്ച് മറിഞ്ഞു വീണത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാതക ചോർച്ച ഉണ്ടാകുമെന്ന വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. ചോർച്ച ഉണ്ടാകും മുമ്പ് തന്നെ അത് ചോരാനുള്ള എല്ലാ സാധ്യതകളും അടച്ചു. ഈ ദേശീയപാതയ്ക്ക് കുറുകെ വീണ് കിടക്കുകയായിരുന്ന ടാങ്കർ മണിക്കൂറുകളുടെ ശ്രമഫലമായി അത് ഉയർത്തി റോഡിനൊരു വശത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. രാത്രി 11:15 ഈ അപകടം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ പുലർച്ചെ 4:30-5 മണിയോടെയാണ് ഈ ടാങ്കർ ഉയർത്തി സാധാരണ നിലയിലേക്ക് മാറ്റിയത്. പക്ഷേ ഇനി ഇത് ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അതിൻ്റെ ക്യാബിനൊക്കെ, പഴയ ക്യാബിൻ നമുക്ക് കാണാം, പഴയ ക്യാബിൻ ആ ടാങ്കറിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടുണ്ട്. ആ പഴയ ക്യാബിൻ, അതിൻ്റെ ഡ്രൈവർ തന്നെ, ഇദ്ദേഹം തന്നെയായിരുന്നു ആ വാഹനം ഓടിച്ചിരുന്നത്. തകർന്ന ക്യാബിൻ മാത്രം ആ ടാങ്കറിൽ നിന്ന് വേർപ്പെടുത്തി ഇവിടേക്ക് മാറ്റുകയാണിപ്പോൾ. അത് വേർപ്പെടുത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സ്ഥാനത്ത് ഈ പുതിയ ക്യാബിൻ ടാങ്കറിലേക്ക് കൊണ്ടുവന്ന് ഘടിപ്പിച്ച ശേഷം അത് ഓടിച്ചു പോകും. ആ തരത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 6-7 മണിക്കൂർ ദൗത്യമായിരുന്നു. അതിനുശേഷമാണ് ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനൊക്കെ കഴിഞ്ഞത്. ഈ ദേശീയപാതയുടെ കുറുകെയാണ് ഈ ടാങ്കർ മറിഞ്ഞു വീണിരുന്നത്. അത് ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയാണ് സാധാരണ നിലയിലേക്ക് ആക്കിയത്. ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് ഈ ടാങ്കറിനകത്തുണ്ടായിരുന്ന ആ വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് അല്പം റിസ്ക് ആണ് എന്ന് കണ്ടതുകൊണ്ടാണ് വേറെ ടാങ്കറിലേക്ക് മാറ്റുക എന്നുള്ള കാര്യം, ആ തീരുമാനം വേണ്ട എന്ന് വെച്ചത്. അതിനുശേഷം ഇപ്പോൾ പുതിയ ക്യാബിനിലേക്ക് ഈ ടാങ്കർ ഘടിപ്പിച്ച ശേഷം അത് ഇവിടെ നിന്ന് മാറ്റുക, ആ ക്യാബിൻ ഓടിച്ചു കൊണ്ടുപോവുക, ആ ടാങ്കറുമായി ആ പുതിയ ക്യാബിൻ ഓടിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഗുജറാത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇനിയും ഇത് ചോരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് ടാങ്കർ പുതിയ ക്യാബിനിലേക്ക് ഘടിപ്പിച്ച് ഇത് പുറപ്പെട്ടിടത്ത് തന്നെ, അതായത് ഇരുമ്പനത്തേക്ക് തന്നെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി അധിക സമയം വേണ്ടി വരില്ല എന്നാണ് വിചാരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുതിയ ക്യാബിൻ ഈ കാണുന്ന ടാങ്കറിൽ ഘടിപ്പിച്ച് ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഈ കളമശ്ശേരിയിൽ ഗതാഗത പരിഷ്കാരം വരുത്തിയ, ഈയിടെ ഗതാഗത പരിഷ്കാരം വരുത്തിയ TVS ജംഗ്ഷനിലാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഇവിടുത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആളുകളുടെ യാത്രാമാർഗത്തെ തടസ്സപ്പെടുത്താതെ തന്നെ ഈ രക്ഷാദൗത്യമൊക്കെ പൂർത്തീകരിക്കാൻ പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ അപകടം നടന്നതും രാത്രി 11:15-11:30 ഈ അപകടം ഉണ്ടായതും ആ സമയത്താണ്. ഈ പുലരി മുമ്പ് തന്നെ ഈ ഒരു ഘട്ടം ഈ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ തരത്തിൽ ഈ ജനങ്ങളുടെ സഞ്ചാരത്തെ ബാധിച്ചില്ല. ഒരുപക്ഷെ പകൽ സമയമായിരുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്, ദേശീയപാതയാണ്, വലിയ ഗതാഗത കുരുക്കുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും തന്നെ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ടാങ്കർ ഉയർത്തി ഒരു വശത്തേക്ക് മാറ്റി ഈ ഗതാഗത പ്രശ്നം ഇല്ലാതെ ആക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോൾ ഈ ടാങ്കർ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പഴയ ക്യാബിൻ അതിൽ നിന്ന് വേർപ്പെടുത്തി മാറ്റിയിട്ടുണ്ട്. ഇനി പുതിയ ക്യാബിൻ ഓടിച്ച് അവിടേക്ക് എത്തിച്ച ശേഷം ഈ ടാങ്കർ അതിൽ ഘടിപ്പിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇതുമായി ചേർത്ത് വായിക്കേണ്ടത്, നേരത്തെ കാവ്യ സൂചിപ്പിച്ചു, ഈ ആഭ്യന്തര അന്വേഷണം BPCL പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊരു അന്വേഷണം അവർ നടത്തും. അത് സ്വാഭാവികമാണ്.
ഇതിൻ്റെ ഡ്രൈവറുമായി നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം കൈരളി ന്യൂസുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ രാത്രി സമയത്ത് പെട്ടെന്ന് വരുമ്പോൾ നിയന്ത്രണം കിട്ടാതെ മറിയുകയാണ്. ഓവർ സ്പീഡല്ല, ഇതിൻ്റെ സ്പീഡെല്ലാം പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഒട്ടും തന്നെ സ്പീഡായിരുന്നില്ല. ഒരു പക്ഷേ ഇതിനകത്ത് നിറയെ നിറച്ച ലോഡായതുകൊണ്ട് തന്നെ ഇത് ആ തിരിയുന്ന സമയത്ത് ഇതിനൊരു നിയന്ത്രണം കിട്ടാതെ അങ്ങനെ മീഡിയനിലിടിച്ച് മറിയുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഡ്രൈവർ പറഞ്ഞത്. ഒരു പക്ഷേ ഇതിലും വലിയ അപകടം ഉണ്ടാവുമായിരുന്നു. ഇതിൻ്റെ ഗ്യാസ് എല്ലാം ചോർന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അതെല്ലാം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് ഇവിടെ നിന്ന് മാറ്റുക, ആ ദൗത്യം അധികം വൈകാതെ തന്നെ പൂർത്തിയാകും എന്ന് കരുതുന്നു. കാവ്യ. ശരി ഉമേഷ്, പ്രധാനപ്പെട്ട വിവരമാണ്. ഇപ്പോൾ അവിടെ നടപടിക്രമങ്ങൾ ഈ ടാങ്കർ അവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊപ്പം BPCL പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ കൂടി നമ്മൾ കണ്ടു.